ഹായ് ഫ്രണ്ട്സ്, സനാസ് എച്ചു ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ് ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എല്ലാവരും ഡിഗ്രി പ്രിലിംസൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഹാങ് ഓവറിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പഠിക്കാനുള്ള ഒരു ആ പാറ്റേണൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് അതിനൊരു ടെൻഷനിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇടാതിരുന്നത്. അപ്പോൾ എന്നാൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് പഠിക്കാം. CTET പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്ലാസ് 1-2 ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വേഗം ഒന്ന് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കനോട്ട് ബി കൺസിഡർഡ് ആസ് എ ഫീച്ചർ ഓഫ് ലേണിംഗ്? ഈ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ലേണിങ്ങിൻ്റെ ഫീച്ചറായിട്ട് വരാത്തത് ഏതാണ്? ഓക്കെ, CTET ജൂൺ 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കനോട്ട് ബി എന്നാണ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ 1 നോക്കാം. ലേണിംഗ് ഈസ് സംതിങ് ദാറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് സർട്ടൺ എക്സ്പീരിയൻസസ്. സ്റ്റഡി ഓഫ് ബിഹേവിയർ ഈസ് ലേണിംഗ്. Unlearning is also a part of learning. Learning is a process that mediates behavior. ഇതിൽ cannot be considered എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫീച്ചർ അല്ലാത്തത് നോക്കൂ. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? occurs as a result of certain experience ആണ്. ഓഫ് കോഴ്സ് ഇത് കറക്റ്റാണ് അല്ലേ? ഇത് കറക്റ്റാണ്. ഇതൊരു ഫീച്ചറായിട്ടാണ് വരുന്നത്. പിന്നെ എന്താണ്? അൺലേണിംഗ് ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ്. ഇതും ശരിയാണ് അല്ലേ? ദെൻ ലേണിംഗ് ഈസ് എ പാർട്ട് ദാറ്റ് മീഡിയേറ്റ്സ് ബിഹേവിയർ. ഇതും കറക്റ്റാണ്. പിന്നെ നോക്കൂ, സ്റ്റഡി ഓഫ് ബിഹേവിയർ ഈസ് ലേണിംഗ്. അപ്പോൾ ഇതല്ലേ cannot be considered as a ഫീച്ചറിൽ വരുന്നത്? സ്റ്റഡി ഓഫ് ബിഹേവിയർ അല്ല, ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് ശരിക്കും ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഇസ് ലേണിംഗ് എന്ന് നമുക്ക് അതിൻ്റെ ഫീച്ചറായിട്ട് പറയാൻ പറ്റില്ല. സോ ഇതിൽ ആൻസർ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൺ പ്രിൻസിപ്പിൾസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്? CTET ജൂൺ 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതും. എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൺ പ്രിൻസിപ്പിൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല, പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പഠിച്ചു. ഇതിൽ ഏതാണ് ഈ തന്നതിൽ ഏതാണ്? നോട്ട്. ശ്രദ്ധിക്കുക, ഇപ്പോഴും ഇവിടെ എന്താണ്? നോട്ട് എന്നാണ്. നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നോക്കൂ, ഫസ്റ്റ് വൺ സീക്വൻഷ്യലി, ജനറൽ ടു സ്പെസിഫിക്. ദെൻ തേർഡ് വൺ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടിന്യൂറ്റി. ദെൻ ലാസ്റ്റ് വൺ റിവേഴ്സിബിൾ. ഇതിലേതാണ് നോട്ട് എ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ? ഇത് എന്താണ്? സീക്വൻഷ്യൽ ഓർഡറിലാണ്. ദെൻ ജനറൽ ടു സ്പെസിഫിക് ആണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ ഇതിൽ ആൻസർ ഏതാ വരിക? ലാസ്റ്റ് വൺ ആണ്, റിവേഴ്സിബിൾ. അതിനങ്ങ് 3, 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, റിവേഴ്സിബിൾ എന്നതാണ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് ഫ്രം. CTET ജനുവരി 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫസ്റ്റ് വൺ പോസ്റ്റ് ചൈൽഡ്ഹുഡ് സ്റ്റേജ്, പ്രീനേറ്റൽ സ്റ്റേജ്, സ്റ്റേജ് ഓഫ് ഇൻഫാൻസി. ദെൻ ഫോർത്ത് വൺ പ്രീ ചൈൽഡ്ഹുഡ് സ്റ്റേജ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കൺസെപ്ഷൻ മുതലാണ് നമ്മൾ കൺസെപ്ഷൻ ടു ആൻഡ് എൻഡ്സ് വിത്ത് എപ്പോഴാണ് നമ്മൾ മരിക്കും വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിൽ തന്ന ഓപ്ഷനിൽ ഏതാ വരുന്നത്? അപ്പോൾ പ്രീനേറ്റൽ സ്റ്റേജ് ആണ് അല്ലേ? പ്രീനേറ്റൽ സ്റ്റേജ് ആണ്. ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പ്രീനേറ്റൽ സ്റ്റേജ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് sum up എന്നല്ല വരിക. ഓക്കെ, സം അപ്പ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ഡെവലപ്മെൻറ്റും ലേണിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ സമ്മപ്പ് ചെയ്യുന്ന ബെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. CTET 2015 സെപ്റ്റംബറിൽ നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലേണിംഗ്. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ട്രയൽസ് ബിഹൈൻഡ് ലേണിംഗ് ട്രയൽസ് ബിഹൈൻഡ് ഡെവലപ്മെൻറ്റ്. Third one, learning and development are synonymous terms. And fourth one, learning and development are interrelated in a complex manner. അപ്പോൾ നമ്മൾ ഈ ലേണിംഗിൻ്റെയും ഡെവലപ്മെൻറ്റും ഫസ്റ്റ് ടോപ്പിക് അല്ലേ, കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ലേണിംഗ് എന്നൊരു ഫസ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ എങ്ങനെ സമ്മപ്പ് ചെയ്തത്? ഇത് രണ്ടും കണക്റ്റഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ഇന്റർ റിലേറ്റഡ് ഇൻ എ കോംപ്ലക്സ് മാനർ. ബാക്കി ഓപ്ഷൻസ് നോക്കേണ്ട കാര്യമില്ല അല്ലേ? ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ഇന്റർ റിലേറ്റഡ് ഇൻ എ കോംപ്ലക്സ് മാനർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡെവലപ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇതിൽ കറക്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കണേ. ഡെവലപ്മെൻറ്റുമായി തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഡെവലപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തത് ഏതാണ് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക്. ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് അറ്റ് എ എന്തൊരു സ്പെല്ലിംഗ്, ഇപ്പോൾ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കുക. ഡിഫറെൻറ്റ് റേറ്റ് എമംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് അറ്റ് എ വെരി ഫാസ്റ്റ് പേസ് ഫ്രം ബർത്ത് ടു അഡോളസൻസ് ആൻഡ് ദെൻ സ്റ്റോപ്സ്. Development proceeds from birth to adolescence in a forward manner and then it goes backwards. Fourth one, development changes go forward in a straight line. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്? ആ ഫസ്റ്റത്തെ തന്നെയാണ് അല്ലേ? ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ്
അറ്റ് എ ഡിഫറെൻറ്റ് റേറ്റ് എമംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഓരോരോ ഇൻഡിവിജ്വൽസും ഓരോരോ റേറ്റിലാണ് ഡെവലപ്മെൻറ്റ് വരും. ബാക്കിയെല്ലാം തെറ്റാണ്. കാരണം ഇവിടെ സ്റ്റോപ്സ് എന്ന് പറഞ്ഞില്ല. സ്റ്റോപ്പ് ആവുന്നുണ്ടോ ഡെവലപ്മെൻറ്റ്? ഇല്ല. ദെൻ ബാക്ക്വേർഡ്സ് ആവുന്നുണ്ടോ ഡെവലപ്മെൻറ്റ്? അത് നമുക്ക് പറയുന്നില്ല അല്ലേ. സോ അതും ഇല്ലാതെ പിന്നെ എന്താണ് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് അതും അല്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, ഇത് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വന്ന് നോക്കാം. Which of the following statements about principles of development is incorrect? അപ്പോൾ ഈ സീറ്റിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് നോക്കാം. ഡെവലപ്മെൻറ്റ് takes place due to constant interaction between heredity and environment. Development depends on maturation and learning. Every child goes through stages of development, yet there are wide individual differences among children. Fourth one, development is quantitative process which can be measured precisely. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് റോങ് ആയിരുന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കൂ, ക്വാണ്ടിറ്റേറ്റീവ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടി. ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ആണ് പറഞ്ഞു അല്ലേ. ആൻഡ് മെഷേർഡ് പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ പ്രിസൈസ്ലി കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഏതാണ് ഫോർത്ത് വന്നാണ് അതിൻ്റെ ആൻസർ. പ്രിഡിക്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. വി കൻ പ്രിഡിക്റ്റ് ദ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ മെഷേർഡ് പ്രിസൈസ്ലി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. അതുകൊണ്ടാണ് എന്താണ് നമുക്ക് പ്രിസൈസ് ആയിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ക്വാണ്ടിറ്റേറ്റീവ് മാത്രം എന്ന് പറയാൻ പറ്റില്ല. സോ എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ദി സ്റ്റേറ്റ്മെൻറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രീ കണ്ടീഷൻ ഫോർ ദി പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് എൻഷുറിങ് ഹിസ് ഓർ ഹെർ ഹെൽത്തി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഈ തന്നതിൽ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബാക്കിയുള്ള കാര്യം കണക്ട് ചെയ്ത് നോക്കുക. അത് സീറ്റഡ് 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്താണ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രീ കണ്ടീഷൻ ഫോർ ദി പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഒരു കുട്ടിയുടെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഈസ് എൻഷുറിങ് ഹെർ ഓർ ഹിസ് ഹെൽത്തി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നു എന്നാണ് പറയാം. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റ് വൺ മേ ബി ഇൻകറക്റ്റ് ആസ് ഡെവലപ്മെൻറ്റ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ എന്തായാലും ഇൻകറക്റ്റ് ആണെന്നാണ് പറയുന്നത്, ആസ് ഡെവലപ്മെൻറ്റ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ എന്ന്. Then next one is true because physical development occupies at the topmost in the sequence of development എന്ന് പറയുന്നു. Then third one is true because physical development is interrelated with other domains of development. Option 4 is untrue as physical development doesn't affect other domains of development in any way. അപ്പോൾ ഈ തന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, തന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ ഈ ആദ്യത്തെ നോക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വണ്ണ കറക്റ്റ് അല്ലേ, ഈസ് ട്രൂ ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ഇതിൽ ഏതാ വരുന്നത്? തേർഡ് വൺ ഈസ് ട്രൂ ബിക്കോസ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹെൽത്തി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. സോ ഈസ് ട്രൂ ബിക്കോസ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ് വിത്ത് അതർ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എല്ലാം എന്താണ് ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്. സോ ഇത് പറയുന്ന ഈ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ തേർഡ് വൺ ആണ്. ഈസ് ട്രൂ ബിക്കോസ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ് വിത്ത് അതർ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഹെൽപ്സ് എ ടീച്ചർ ഇൻ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ടീച്ചർക്ക് എങ്ങനെയാണ് ഒരു ഹെൽപ്ഫുൾ ആവുന്നത് നോക്കാം. സീറ്റഡ് ജൂൺ 2011 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. എന്താണ് ഐഡൻറ്റിഫൈങ് ദി എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ലേണർ. ദെൻ റാഷണലൈസിങ് വൈ ദ ലേണർ ought to be taught. Third one, effectively catering to the different learning styles of learner. Then fourth one, identifying the social status of the learner. ഏതാണ് ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കുന്ന ഒരു ടീച്ചർക്ക് എന്താ സഹായിക്കുന്നത്? ഇഫക്റ്റീവ്ലി കാറ്ററിങ് ടു ദ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ലേണർ ആണ് അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ് ഈസ് പ്രൈമറിലി എ പാർട്ട് ഓഫ്. ഈ കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ തന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഏതിൻ്റെ ഭാഗമാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, സീറ്റഡ് ജൂൺ 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് റിലേറ്റഡ് ടു എന്താണ് കോഗ്നിറ്റീവ് അല്ലേ. സോ എന്താണ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ അല്ലേ. ദ നെക്സ്റ്റ് വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ തന്നതിൽ ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. ഓൾ processes of development are not interconnected. It doesn't proceed at the same pace for all.
ഡെവലപ്മെൻറ്റ് ഈസ് ഓൾവേസ് ലീനിയർ. അപ്പോൾ ഇതിലേതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്? ഡിസ്കണ്ടിന്യൂസ് പറഞ്ഞു, ഇതല്ല അല്ലേ. നോട്ട് ഇൻ്റർ കണക്റ്റഡ് പറഞ്ഞു, സോ ഇതും അല്ല. നോക്കൂ അടുത്തത് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് പ്രൊസീഡ് ദ സെയിം പേസ് ഫോർ ഓൾ. അപ്പോൾ ഇതാണ് കറക്റ്റ് അല്ലേ. നമ്മൾ തിയറി ഓഫ് മെച്ചുറേഷൻ പഠിച്ചതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇറ്റ് ഡസിൻറ്റ് പ്രൊസീഡ് അറ്റ് ദി സെയിം പേസ് ഫോർ ഓൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. അപ്പോൾ തേർഡ് വൺ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഫ്രണ്ട്സ് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിനി ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.